ഇറ്റ്സ് മീ പി റഹ്മാൻ ആദുർശേരി. പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള GCC കൺട്രിയിൽ ഏറ്റവും കൂടുതലുള്ളത് ബാച്ചിലേഴ്സാണ്. അപ്പോൾ ബാച്ചിലേഴ്സ് റൂമിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരുപാട് കോമഡീസ് ഉണ്ടാവും. അതിലുള്ള ഒന്നാണ് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയത്തിന് കണക്കില്ല, കാരണം പലരും പല ഷിഫ്റ്റായിരിക്കും. നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുക, റൂമിൽ അങ്ങനെ ഒച്ചുണ്ടാക്കി സംസാരിക്കരുത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു വകത്തും അതുപോലെ തന്നെ പുതിയ ന്യൂ ജനറേഷൻ പിള്ളം പറയുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ ലേറ്റ് ഇടുന്നു, സംസാരിക്കുന്നു, ഉറങ്ങുന്നവർക്ക് ഇറങ്ങാം, ഓക്കെ എന്തെങ്കിലും ആവട്ടെ. ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500ാമത്തെ ജന്മദിനമായതുകൊണ്ട് ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വാല്യൂ ഒന്നും കൂടി കൂടും എന്ന് മാത്രം. അതിന് വേണ്ടിയിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമുണ്ട് മുസ്ലിങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്യാറുണ്ട്. അങ്ങനെ അവർ എല്ലാവരും ഉറങ്ങിയ സമയത്ത് എണീറ്റ് നിസ്കരിക്കും. അപ്പോൾ അന്നൊക്കെ ഇവിടുത്തെ പോലത്തെ മോട്ടോർ ടാപ്പും വെള്ളമൊന്നുമില്ലല്ലോ, കിണറിൽ വെള്ളം കോരിയിട്ട് ഉളുവൊക്കെ ചെയ്യണം, അംഗസ്നാനം ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നു. സഹാബത്ത് എന്ന് പറയും. അവൻ അബൂ മാലിക് അശ്ജാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ സഹാബത്ത്, ഇന്ന് എങ്ങനെയും റസൂലുള്ളാഹിക്ക് രാത്രി വെള്ളം ഞാൻ കൊടുക്കുമെന്ന് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് ചെയ്യുന്നതൊക്കെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ഡോറിൻ്റെ മുന്നിൽ ഉറക്കം നടിച്ചുകൊണ്ട് കിടക്കുകയാണ്. കാരണം എപ്പോഴാണ് എണീക്കുന്നറിയില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹം ഉണരുന്ന മനസ്സിലാക്കി മെല്ലെ തുറന്നിട്ട് ഡോർ മെല്ലെ സൗണ്ടില്ലാതെ തുറന്നു. എന്നിട്ട് മെല്ലെ പതിഞ്ഞ് നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വെള്ളം എടുക്കാൻ പോയി. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹം ഓടിച്ചെന്ന് റസൂലുള്ളാഹിക്ക് വെള്ളം കൊടുത്തു. ഇവിടെയാണ് ഒരു കാര്യം പറയുന്നത്. അപ്പം നമ്മൾ പ്രവാസികളുടെ റൂമിൽ ഉറങ്ങുകയല്ലോ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കാൻ അതുപോലെ തന്നെ ഇങ്ങനെ ലേറ്റ് ഇടാനോ ശ്രമിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെടി പെട്ടെന്ന് ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വാല്യൂ, ഇതാണ് ഇതിലേറ്റവും മറ്റുള്ളവരുടെ വാല്യൂ നമ്മൾ ബഹുമാനം. അത് എത്ര വലിയവനായാലും ശരി, ചെറിയവനായാലും ശരി, മറ്റുള്ളവരുടെ വാല്യൂ, മൂല്യം, മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പാഠം. ഇസ്ലാമിൻ്റെ ഒരു വേറെ മറ്റുള്ളവർ കുറ്റം പറയാൻ പാടില്ലല്ലോ. അത് ഇസ്ലാമിൻ്റെ ഒരു വലിയ മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ വലിയൊരു പാഠമാണ്. റഹ്മാൻ സൈൻ ഓഫ്.